അപ്പോൾ മച്ചാന്മാരെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇതുപോലെ മാനുഹോൾ ചെയ്തിട്ട് 12 ഇഞ്ച് പൈപ്പ് പൊക്കി വെക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് ലെവൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല വീഡിയോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ട് വരുമ്പോൾ ഈ ഇൻ്റർലോക്കിൻ്റെ ഈ തറ ലെവൽ നമ്മൾ ഈ പൈപ്പ് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കാണുമ്പോഴത്തെ ഈ അടപ്പിടുന്നത്. ഇപ്പോൾ ഈ അടപ്പിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഇൻ്റർലോക്ക് മട്ടത്തിന് ഈ ഭാഗം നിൽക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോഴെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ അടപ്പിടുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻ്റർലോക്കിൻ്റെ മട്ടം നമുക്ക് കിട്ടും. നമുക്കിതിനകത്തൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൈപ്പ് കട്ട് ചെയ്ത് ഈ പൊടിയെല്ലാം നമ്മൾ മാൻഹോളിനകത്തുണ്ട്. നമ്മൾ ഈ തറയിലെ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ പൈപ്പ് പൊക്കി വയ്ക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ അടപ്പിട്ട് കവറിങ് ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തുള്ള പണികൾ എന്തെങ്കിലും പിന്നീട് വരുമ്പോൾ ഈ മണ്ണൊന്നും ഇതിനകത്ത് വീഴത്തില്ല. നമ്മൾ മേനോളിൽ പോയി നല്ല വൃത്തിക്ക് കിടക്കും. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഇടുന്നത് ഇതേപോലെ ഇൻ്റർലോക്ക് ഇടുന്ന സ്റ്റേജിലാണ് നമ്മൾ മാൻഹോളെല്ലാം കട്ട് ചെയ്താക്കുന്നത്. നമ്മളതുപോലെ വയ്ക്കുമ്പോൾ ഈ പൈപ്പ് 12 ഇഞ്ചിൻ്റെ പൈപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പൊക്കി നിർത്തിയിരിക്കും. അപ്പോൾ നമ്മൾ റൈസർ വയ്ക്കും. ചില സൈറ്റിലൊക്കെ റൈസർ വയ്ക്കും. റൈസറിനെക്കാളും വില കുറവാണ് ഈ 12 ഇഞ്ച് പൈപ്പ്. ഇതാകുമ്പോൾ മേനോളിനകത്ത് ഇറങ്ങി നിൽക്കുകയും ചെയ്യും. ഒറ്റ പൈപ്പ് മതി. റൈസറാകുമ്പോൾ 7 ഇഞ്ച് 8 ഇഞ്ചോളം ഹൈറ്റ് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ചാന്തെല്ലാം വച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മേനോളിൻ്റെ കവറിടാൻ പോവുകയാണ്. അപ്പോൾ അകത്തെല്ലാം ഫുള്ള് ക്ലീനാണ്. ഇനി ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് നമ്മൾ ഈ ഇൻ്റർലോക്ക് മട്ടത്തിന് ഇങ്ങനെ ചാന്തിടും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പുറത്ത് കാണുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഇത് മാനുവൽ പിന്നീട് എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ നമ്മൾ ക്ലീൻ ആക്കാനൊക്കെ വേണ്ടി ഇതിന് 3 സ്ക്രൂ വന്നിട്ടുണ്ട്. സ്റ്റാറിൻ്റെ 3 സ്ക്രൂ ഉണ്ട്, SS-ൻ്റെ സ്ക്രൂ ആണ്. ഈ സ്ക്രൂ ഇളക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ നല്ല സേഫ്റ്റി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ചാന്തിൽ തന്നെ ഉറപ്പിച്ച് വയ്ക്കും. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്. ചില ആൾക്കാർക്ക് സംശയം കാണും. നമ്മൾ ഈ കാണും പോലെ ചാന്തെല്ലാം ഇട്ടിട്ടുണ്ട്. ഇൻ്റർലോക്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ സൈഡിൽ കൂടെ സിമെൻറ്റ് വെച്ച് കൊടുക്കും.
സിമൻറ്റ് പൊടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രഷ് എടുത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു വിടും. കാണാൻ നല്ല ഫിനിഷിങ്ങിൽ കിടക്കും. നമ്മൾ മാനുവലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുമ്പോൾ ചാന്തും വെച്ച് സിമൻറ്റും വെച്ച് നല്ല ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചത് ഇതപ്പോൾ നമ്മൾ മാനുവലിൻ്റെ കവറിങ് സെറ്റിങ്ങിനാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ ഓരോ രീതിയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ.